മാമൻ മാപ്പിളയുടെ മനോരമയുടെ പുതിയ എന്തോ ഒരു തട്ടിപ്പ് വരാൻ പോവുകയാണ്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ടാം റേറ്റിങ്ങിൽ തലയും കുത്തി താഴെ വീണ മനോരമ എങ്ങനെയെങ്കിലും ഒന്ന് വലിഞ്ഞു കയറാൻ ഒരു പുതിയ നമ്പർ ഇറക്കുകയാണ്. അതിൻ്റെ പ്രൊമോ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ദേ നോക്കിയേ. ഷാനി ജഡ്ജിയുടെ ചിത്രം വച്ചിട്ട് നേരിൽ കാണാമത്രേ. എന്തായാലും തുടക്കത്തിലെ നാട്ടുകാർക്ക് തിരിച്ചു പറയാനുള്ള കാര്യം നേരിൽ കണ്ടതോളം മതി, ഇനി കൂടുതൽ കാണേണ്ടതില്ല. കണ്ട് നാട്ടുകാർ തികഞ്ഞിരിക്കുകയാണ്. ഇത്രയും കാലം നേരിൽ കണ്ടും കാണാതെയെല്ലാം ഈ നാടിന് കൊടുത്ത സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നേരിൽ കാണാതെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം മാത്രമേ അങ്ങോട്ട് ചോദിക്കാനുള്ളൂ. കാര്യം അത്രമാത്രം പൊതുശല്യവും ഈ നാട്ടിൽ ഏറ്റവും വലിയ നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ. എന്നിട്ട് ഇനിയിപ്പോൾ നേരിൽ കാണാമത്രേ. ഒരു നേരിൽ കാണേണ്ട ആവശ്യമില്ല. എന്തായാലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവന്നു എന്ന് കരുതി വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു പുതിയ കുപ്പിയാണെന്നുള്ളത് ചിന്തിക്കാനുള്ള ശേഷി ഈ നാട്ടുകാർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ നാട്ടുകാർക്കുണ്ടായിട്ടുണ്ട് പുതിയ തന്ത്രവുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീണുപോയിടത്ത് നിന്ന് കയറി വരാൻ വേണ്ടിയുള്ള ചില പൊടിക്കൈകളൊക്കെ ഇറക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ഈ നാട്ടിലെ ആൾക്കാരെ ഇനി പറ്റിക്കാമെന്ന് കരുതണ്ട. ആ പോക്ക് ഇനിയിപ്പോൾ 10ാം സ്ഥാനത്തൊക്കെ നോക്കിയാൽ മതി. മുകളിലോട്ടുള്ളൊരു തിരിച്ചുവരവ് ഇനി മനോരമയ്ക്കില്ല. കാര്യം അത്രമാത്രം ദ്രോഹി ഈ നാടിനോട് ചെയ്ത് ആ നാട് ഇതിനെ തിരിച്ചറിഞ്ഞു. കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അവർ അനാപത്തായി സമ്പാദിച്ച പണത്തിലൂടെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനം, അതിനെ നിങ്ങൾ വിളിക്കും മാധ്യമമെന്നും നാട്ടുകാർ വിളിക്കും വാർത്താ കച്ചവട സ്ഥാപനമെന്നും. ആ കച്ചവട സ്ഥാപനത്തിൻ്റെ നേരിൽ കാണാമെന്നുള്ള പുതിയ തന്ത്രം നേരിലേ കാണണ്ട, കണ്ണും വെട്ടത്തെ വരരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ പുതിയ അടവൊക്കെ ഇപ്പം തന്നെ 4 ആയിട്ട് ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുന്നതാണ് അന്തസ്സെന്ന് പറയേണ്ടി വരികയാണ്.